സോ ഗെയ്സ് ഇന്നാണെങ്കിൽ നമ്മൾ ചെറിയ രീതിക്ക് ഒരു മീറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണ് ഗീസ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അക്കു ബ്രോ ഉണ്ട്. ഒരു ബ്രോ ആണെങ്കിൽ ഇനി വരാനായിട്ടുണ്ട് ഗീസ്. എന്തായാലും നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ആ ബ്രോ കൂടെ വന്നിട്ട് നമുക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ എല്ലാവരും കൂടെ ഞാനാണെങ്കിൽ ഇവിടെ പിടിച്ച് നിർത്തിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും എല്ലാവരും അത്യാവശ്യം സെറ്റാക്കിയാണ് നിർത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാവരുടെ നെയിം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. ഇനി തൊട്ട് ഈ മച്ചാന്മാരായിരിക്കും നമ്മളിവിടെ വീഡിയോസിലൊക്കെ പ്രധാനമായിട്ടും കാണാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒക്കെ നമ്മൾ മീറ്റ് വെക്കുന്നതായിരിക്കും. മാക്സിമം എൻ്റെ ഒരു കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഇപ്പോൾ തന്നെ പോയിട്ടൊന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സൈഡിൽ ബെല്ലൈക്കൺ ആൾ ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത്. അതുപോലെ തന്നെ റിവൽസിൽ ബ്രോ ആണെങ്കിൽ ഇത് ഇപ്പോഴത്തേക്ക് ഒരു ചെക്കനെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ചെക്കനെ പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഗീസ് പുള്ളിയാണെങ്കിൽ പാർക്ക് ചെയ്യട്ടെ. ഞാൻ വിചാരിച്ചു ഇവരെല്ലാം കൊണ്ട് നമുക്ക് ഒരു റൈഡ് പോകാം ഗീസ്. എന്തായാലും ഫുള്ളായിട്ട് ഓഫ് റോഡ് വണ്ടിയാണ്. നമ്മൾ ഈ ഓഫ് റോഡ് റൈഡിന് വേണ്ടിയാണ് ഗീസ് ഇവരെ പ്രധാനമായിട്ടും വിളിച്ചത്. നമ്മളാണെങ്കിൽ ഇതിനെയൊക്കെ കൊണ്ടിന്ന് മലയും കാടും ഒക്കെ കയറ്റിക്കാനായിട്ട് പോവുകയാണ്. ഇത് എന്തോരം താങ്ങുമെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഗീസ് നമുക്ക് കയറ്റി നോക്കാം. അതുപോലെ തന്നെ ഗീസ് ഇവിടെ ആയിട്ട് നമ്മൾ അക്കൂബ്രോയുടെ വണ്ടിയിൽ നിന്ന് തന്നെ ആദ്യം തുടങ്ങാം. ഞാൻ വിചാരിച്ചു അക്കൂബ്രോയുടെ വണ്ടി ഞാൻ ഓടിച്ചിട്ട് പുള്ളിക്കാരൻ്റെ ബാക്കിലിരുത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനാണെങ്കിൽ നേരെ നമ്മുടെ അക്കൂബ്രോയുടെ വണ്ടിയിലോട്ട് കയറി. അക്കൂബ്രോയുടെ വണ്ടിയിലോട്ട് കയറിയപ്പോഴാണെങ്കിൽ പുള്ളിക്കാരനടിക്കുകയും ഞാനാണെങ്കിൽ വണ്ടി കയറാനായിട്ട് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും പുള്ളിക്കാരനൊരു പ്രശ്നം പറ്റി ഗൈസ്. പുള്ളിക്കാരൻ ബഗ് അടിച്ച് നിൽക്കുവാണ്. ഞാനാണെങ്കിൽ അപ്പോഴത്തേക്കും മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാനോർത്ത് ഈ പുള്ളിക്കാരൻ എന്താ കയറാത്തത്, ഞാൻ മെസ്സേജ് അയക്കുന്നുണ്ട്. പക്ഷേ പുള്ളിയാണെങ്കിൽ കയറുന്നുമില്ല. പിന്നെ കുറേ കഴിഞ്ഞാണ് പറയുന്നത് ബഗ്ഗായി നിൽക്കുവാണെന്ന്. അങ്ങനെ ഈ ഞാനാണെങ്കിൽ വണ്ടി നീക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു കുറച്ച് ബാക്കോട്ട് ഇറക്കാം. അത് കഴിഞ്ഞ് ഫ്രണ്ടോട്ട് കയറ്റി. ഞാൻ ആദ്യം ഫ്രണ്ടോട്ട് കയറ്റിയപ്പോഴും നമ്മുടെ അക്കൂബ്രോയ്ക്ക് കയറാനായിട്ട് പറ്റുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ബാക്കോട്ട് ഇറക്കിയാലോ, ഒന്ന് ലാഗായി നിൽക്കുവാണ് പുള്ളിക്കാരനാണെങ്കിൽ ഇപ്പോൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്തായാലും ഈ നമ്മളാണെങ്കിൽ റിവേഴ്സ് എടുത്ത് ജസ്റ്റ് ഒന്ന് ബാക്ക് ഇടുന്നുണ്ട്. അക്കൂബ്രോ ഇങ്ങോട്ട് വരുമോയെന്ന് നമുക്ക് നോക്കാം. ലാഗായി നിൽക്കുകയാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഒന്നാമത്തെ ലാഗും കാര്യങ്ങളൊക്കെ മാറത്തുള്ളൂ. അതുപോലെ തന്നെ വണ്ടിയിൽ നിങ്ങൾ നോക്കുക, ലോക്ക എന്നും പറഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഗീസ് കൊള്ളാം. ലോക്ക ബസ്സിൻ്റെ ഓണറോടാണ് ഗീസ് നമ്മളൊരു വീഡിയോ ചെയ്താണ് ബസ്സിൻ്റെ ഗ്യാങ്ങിനെ പറ്റി. എന്തായാലും ഗീസ് ആ ഒരു ടീമിൻ്റെ ഓണറാണ് ഇപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നത്. പുള്ളിക്കാരനാണെങ്കിൽ സീറ്റിൽ കയറി ഇരുന്നിട്ടുണ്ട്. എന്നിട്ട് പുള്ളിക്കാരൻ നൈസായിട്ട് ഇറങ്ങി. ഇനി നമുക്ക് കയറാം ഗീസ്. നമ്മളാണ് ഈ ഒരു വണ്ടി ഓടിക്കാനായിട്ട് പോകുന്നത്. ഇതെങ്ങനെ ഓടിച്ച് നമുക്ക് നശിപ്പിക്കാൻ നമുക്ക് നോക്കാം. കണ്ട് കാടും മലയും എല്ലാം നമ്മളിത് ഓടിച്ച് കയറ്റാനായിട്ട് പോവുകയാണ്. എന്തായാലും നോക്കാം ഗീസ്. നല്ല കിടിലമായിട്ട് മലയൊക്കെ കയറുന്ന ഒരു വണ്ടിയാണ്. ചാടി നിൽക്കുന്നുണ്ട്. നല്ല ജില്ലെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു വണ്ടിയാണ്. എന്തായാലും ഈ ചെക്കനെ എടുത്തുകൊണ്ടാണ് ഗീസ് നമ്മൾ ആദ്യം പോകാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ റിവൽസിൽ ആ മച്ചൻ്റെ വണ്ടി നമ്മൾ ഓടിക്കുന്നുണ്ട്. എന്തായാലും ഗീസ് നമ്മളാണെങ്കിൽ നേരെ നമ്മുടെ അക്കൂബ്രോയുടെ വണ്ടി എടുത്തുകൊണ്ട് മലയൊക്കെ കയറ്റാനായിട്ട് പോവുകയാണ്. ആദ്യമൊക്കെ പുട്ട് പോലാണ് ഗീസ് കയറുന്നത്. ആദ്യം തന്നെ ഞാനാണെങ്കിൽ ചില്ല് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് നമുക്ക് പൊട്ടിക്കാൻ തുടങ്ങാം. അപ്പോഴത്തേക്കും ഞാനാണെങ്കിൽ പയ്യെ കയറ്റിക്കൊണ്ട് പോവുകയാണ്. നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. മലയൊക്കെ കയറുമ്പോഴുള്ള ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ചാടിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാണോ? അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് കയറുന്നുണ്ട്. ഈ നല്ല പൊട്ടുന്ന സൗണ്ടൊക്കെ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. അങ്ങനെ ഞാനാണെങ്കിൽ ഇവിടുന്ന് ചാടിക്കണോ വേണ്ടതെന്ന് ആലോചിച്ച് നേരെ എടുത്തങ്ങോട്ട് ചാടിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും റോഡയിലും കാര്യങ്ങളൊക്കെ ഈ വണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ കുറച്ച് നേരം ഓടിക്കാം. അപ്പോൾ ഈ സ്മൂത്തായിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. ഒരു നൈസ് വണ്ടി. അക്കൂബ്രോയുടെ വണ്ടിയാണ് നൈസ് വണ്ടി. എനിക്കാണെങ്കിൽ ഈ വണ്ടി കിട്ടിയിട്ട് എൻ്റെ കൈ ധരിക്കുന്നു. ഈ അത്രയും ഞാനാണെങ്കിൽ മലയുടെ മണ്ടക്കൊക്കെ വലിച്ച് കയറ്റുന്നുണ്ട്. എന്തായാലും അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാ കൂട്ടുകാരുടെയും ഡൗട്ടായിരിക്കും, ബ്രോ ഈ ബാബ്സിൻ്റെ വണ്ടിയുടെ ഹോൺ എവിടെ നിന്നാണ് കേൾക്കുന്നതെന്ന്. അത് നമ്മൾ റിവൽസിലെ മച്ചാൻ ലാസ്റ്റ് ആയപ്പോൾ ഒരു വണ്ടി കൊണ്ടുവന്നില്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ആ ഒരു വണ്ടിയുടെയാണ് ഗീസ് ആ ഒരു സൗണ്ട്. എന്തായാലും നമ്മൾ അത് നിങ്ങളെ കേൾപ്പിച്ച് തരാം. അതുവരെ ഞാനാണെങ്കിൽ അക്കൂബ്രോയുടെ വണ്ടി ഒന്ന് ആദ്യം ഓടിക്കുവാണ്. ഗീസ് നൈസ് വണ്ടിയാണ്. ഇതാണെങ്കിൽ ഓടിച്ചു കണ്ട മലയും കാടും ഒക്കെ കയറ്റുന്നുണ്ട്. ഞാനാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഞാൻ മിക്കവാറും ഇത് മലയാണ് ഈ സ്കൂളിലും കയറ്റുന്നത്. നമ്മൾ നേരെ റോഡേ പോകത്തില്ല. ഈ ഒരു വണ്ടി എടുത്ത് ഓഫ് റോഡ് ഈ ഒരു മീറ്റപ്പ് വെക്കാൻ കാരണം എനിക്കാണെങ്കിൽ മല കയറ്റി ഫുള്ളായിട്ട് നശിപ്പിക്കണമെന്നുള്ളൊരു മൈൻഡിൽ ആയിരുന്നു ഞാൻ കയറ്റിയത്. എന്തായാലും ഈ നമ്മുടെ ഗെയിം കളിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ കൂട്ടുകാരുണ്ട്. ഞാനുമായിട്ട് കുറേ കൂട്ടുകാർ പറയുന്നതാണ് ബ്രോയുടെ ടീമിൽ എങ്ങനെ ജോയിൻ ചെയ്യാമെന്ന്. അപ്പോൾ ഈ നിങ്ങൾ ഇത്രമാത്രം ചെയ്താൽ മതി. നമ്മുടെ ബയോയിലാണ് ഇൻസ്റ്റ ID ഉണ്ട്. ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കാം. അതിൻ്റെ അകത്ത് ഞാൻ മീറ്റപ്പ് വെക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ സ്റ്റോറി ആയിട്ട് ഇടുന്നതായിരിക്കും. നിങ്ങൾ കയറി വരുവാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് കളിക്കാം. അങ്ങനെ ഈ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ കുറേ കണ്ടെയ്നേഴ്സൊക്കെ കിടക്കുന്ന കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടുന്ന് ഒരു ലൈനപ്പായിട്ട് വണ്ടികളൊക്കെ ഇട്ട് ഒരു ഫോട്ടോ എടുത്താലോ എന്ന് എനിക്കൊരു ഐഡിയ വന്നു. എന്നാലും ഈ നമുക്ക് അങ്ങനെ ഒന്ന് എടുത്തു നോക്കാം.
എങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. നമുക്കതൊന്ന് ചെയ്ത് നോക്കാം ഗൈസ്. എനിക്കാണെങ്കിൽ അതിൻ്റെ ത്വര വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാനത് ചെയ്യും. അതാണ് എൻ്റെ മൈൻഡ്. എന്തായാലും ഞാനാണെങ്കിൽ ഇവിടെയാണെങ്കിൽ വണ്ടി ഒരു സെറ്റാക്കി ഒതുക്കി നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവർക്ക് മെസ്സേജ് പറയാം, ലൈനപ്പ് ആക്കി ഇടാൻ വേണ്ടിയിട്ട് പറയും. എല്ലാവരും നമ്മുടെ കൂട്ടുകാർ തന്നെയാണ്, ഉറപ്പായിട്ടും അവരെല്ലാ കൂട്ടുകാരും തന്നെ ലൈനപ്പ് ആക്കി ഇടും. ഞാനാണെങ്കിൽ ലൈനപ്പ് ആക്കി ഇടാൻ വേണ്ടി മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്നിട്ട് വണ്ടി കുറച്ചുകൂടെ കയറ്റി ഇടാനായിട്ട് പോവാണ്. ഇനിയും ആൾ വരുവാണെങ്കിൽ കേസ് ഇത് സെറ്റ് ആവത്തില്ല. അത് കാരണം കുറച്ചുകൂടെ നമുക്ക് വണ്ടി കയറ്റിയിടാം, അല്ലെങ്കിൽ ശരിയാവത്തില്ല. ഞാനാണെങ്കിൽ നൈസായിട്ട് വണ്ടി എടുത്തിട്ട് ഇനി കുറച്ചുകൂടെ കയറ്റിയിടാനായിട്ട് പോവാണ്. കയറ്റിയിട്ടാൽ മാത്രം ഇനി ആൾ വരുവാണെങ്കിൽ കേസ് ബാക്കോട്ട് നമുക്ക് അധികം ഫോക്കസ് കിട്ടത്തില്ല. അത് കാരണമാണ് ഫ്രണ്ടിൽ നിന്ന് ജസ്റ്റ് ഞാനിങ്ങനെ കയറ്റിയിടുന്നത്. ഇപ്പോൾ എല്ലാ കൂട്ടുകാരും എൻ്റെ ബാക്കി കൊണ്ടിടും. അവർ ഇടും കേസ്. നല്ലൊരു ഡിസിപ്ലിൻ ആയിട്ട് തന്നെ ഈ ഒരു മീറ്റ് നല്ല നൈസായിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ഞാനാണെങ്കിൽ അവിടെ വണ്ടി ഇട്ടിട്ട് ജസ്റ്റ് ഞാൻ ഇറങ്ങി വെളിയിൽ നിന്നു. ഇനി അക്കൂബ്രോ ഇറങ്ങി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ 3 വണ്ടി വന്നിട്ടുണ്ട്. ഇനി ബാക്കി വണ്ടിയൊക്കെ വരുന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്കും ഒരു ബ്രോ ആണെങ്കിൽ ഈ സൈഡിൽ കൂടെയൊക്കെ വണ്ടി കയറ്റിക്കൊണ്ട് വന്നു. എങ്ങനെയാണ് കയറ്റിക്കൊണ്ട് വന്നതെന്ന് എനിക്കറിയത്തില്ല. ഇനി മലകയറിയൊക്കെ വന്നതാണോ എന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല ഗൈസ്. നിങ്ങൾ കണ്ടായിരുന്നെങ്കിൽ ജസ്റ്റ് ആഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഗൈസ്, നിങ്ങൾക്ക് ഞാൻ എപ്പോഴും റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണ് ദയവായി ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ആൾ ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് CPM കളിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഇപ്പം തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ കൂട്ടുകാരാണെങ്കിൽ ഉറപ്പായിട്ടും അത് ചെയ്തു വെക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോഴത്തേക്കും ഗൈസ്, ഞാനാണെങ്കിൽ ഇവിടെ ഫോക്കസ് വെച്ചപ്പം എനിക്കൊരു ഐഡിയ പിന്നെയും വന്നു. നമുക്കാണെങ്കിൽ ആ വണ്ടിയുടെ സൈഡിൽ പോയി നിന്ന് നോക്കാം. അപ്പോഴത്തേക്കും ഞാനും അതിൻ്റെ അകത്ത് ഫോക്കസ് കിട്ടും. കാരണം എനിക്കൊരു സ്ഥാനം അതിൻ്റെ അകത്ത് കിട്ടും ഗൈസ്. എന്തായാലും ഞാനാണെങ്കിൽ വണ്ടിയുടെ സൈഡിൽ വന്ന് നിന്നപ്പം അവരും ആണെങ്കിൽ സൈഡിൽ വന്ന് നിൽക്കുന്നുണ്ട്. എല്ലാവരും നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് പറ്റത്തില്ല. അക്കൂബ്രോയും വണ്ടിയുടെ സൈഡിൽ വന്ന് നിൽക്കുന്നുണ്ട്. എന്തായാലും ഗൈസ്, നമുക്കാണെങ്കിൽ നേരെ നമ്മൾ ഡ്രോൺ മോഡ് ഓൺ ആക്കിയിട്ട് നമ്മുടെ വണ്ടിയുടെ അങ്ങോട്ട് ഫോക്കസ് പോകാനായിട്ട് പോവാണ്. ഇപ്പം ഞാൻ കാണിച്ചു തരാം ഗൈസ് എങ്ങനെയാണ് ഞാൻ ഫോട്ടോ എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന്. ഞാൻ കറക്റ്റായിട്ട് ആംഗിൾ ഒന്ന് സെറ്റ് ചെയ്യുവാണ്. ആദ്യം തിരിച്ച് വന്നപ്പോൾ ജസ്റ്റ് ഒരു ചരിവ് ഗൈസ്. ഞാൻ എങ്ങോട്ട് തിരിക്കുമ്പോൾ അങ്ങോട്ട് തിരിയും. അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇച്ചിരി പാടാണ് ഗൈസ് ഇത് എടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ വോയിസ് ഓവർ കൊടുക്കുമ്പോഴേയൊക്കെ നല്ല രീതിക്ക് പാടാണ്. ഞാൻ അത്രയും എഫേർട്ട് എടുത്താണ് വീഡിയോ ചെയ്തുകൊണ്ട് വരുന്നതും. നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ ഗൈസ് നമ്മളാണെങ്കിൽ ഈ വീഡിയോ ഇട്ടിട്ട് ഒരു കാര്യവും ഇല്ലാതായി പോകും. അത് കാരണം മാക്സിമം എല്ലാ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെക്കുക. അങ്ങനെ ഞാനാണെങ്കിൽ കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഗൈസ് ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. എന്തായാലും ഇനി ഞാൻ ഓടിക്കുന്നത് ശരിയല്ല, നമ്മുടെ അക്കൂബ്രോനെ കൊണ്ട് ഓടിച്ചാലോ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ബ്രോ ഓടിച്ചോളാനായിട്ട് ഞാൻ പറഞ്ഞു. ഇവിടെ ആയിട്ട് ഓടിച്ചോ എന്ന് പറഞ്ഞ് ഞാൻ മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കുന്നുണ്ട്. എന്നാലും നമുക്കാണെങ്കിൽ വണ്ടി കയറിയിരിക്കാം. ഉറപ്പായിട്ട് നമ്മുടെ അക്കൂബ്രോ ഒന്ന് ഓടിക്കുമായിരിക്കും. എങ്ങനെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം ഗൈസ്. അപ്പോഴത്തേക്ക് ഇവരെല്ലാം നമുക്ക് കാണിക്കാനായിട്ട് പറ്റും. അക്കൂബ്രോ ഓടിക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഇവരെല്ലാവരും ഞാൻ കാണിച്ചു തരാം. ഞാൻ ഓടിക്കുകയാണെങ്കിൽ സ്ക്രീൻ ബാക്കോട്ട് കൊണ്ടുവന്ന് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ എല്ലാവരും ആണെങ്കിൽ വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല, ഇവിടെ നിന്ന് നൈസായിട്ട് പോകാം. അതിന് വേണ്ടി അക്കൂബ്രോ ആണെങ്കിൽ വണ്ടി എടുക്കാനായിട്ട് പോകണം. ഇടക്കാണെങ്കിൽ ഭൂമിയുടെ അടിയിലോട്ട് ടയറിൻ്റെ പകുതിയൊക്കെ ഇറങ്ങിപ്പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ഇത് ബഗ്ഗൊക്കെ ആയതാണെന്നാണ് ഗൈസ് തോന്നുന്നത്. എന്നാലും നമുക്ക് നോക്കാം. പുള്ളിക്കാരനാണെങ്കിൽ വണ്ടി എടുക്കുന്നുണ്ട്. പയ്യെ ഫ്രണ്ടോട്ടാണ് ഗീസ് എടുക്കുന്നത്. ഞാൻ വിചാരിച്ചൊന്ന് കറങ്ങി പോകേണ്ടതല്ലേ, ഇങ്ങോട്ട് എന്തിനാണ് കയറ്റുന്നതെന്ന്. പിന്നെ എനിക്ക് മനസ്സിലായില്ല ഗീസ്. അപ്പോഴത്തേക്കും ഇവിടെ ആയിട്ടാണെങ്കിൽ ചെറിയ രീതിക്ക് ഒരു കയറ്റം കണക്കുണ്ട്. നിങ്ങൾക്ക് ഒരു മലയുടെ ഒരു സെക്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഒരു കയറ്റം കണക്കുണ്ട്. നമ്മൾ ഇറങ്ങി വന്ന ആ ഒരു സ്ഥലത്തിൻ്റെ ഒരു ഭാഗമാണ് ഗീസ് ഇവിടെ. ഇതൊക്കെ തുറന്നിട്ടാണെന്ന് തോന്നുന്നു കണ്ടെയ്നർ ഇവിടെ വെച്ചത്. അപ്പോഴത്തേക്കും പുള്ളിയാണെങ്കിൽ ഇത് കയറ്റാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ബാക്ക് എടുത്തു, പിന്നെയും കയറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ളൊരു ഫ്രെയിം നിങ്ങൾ നോക്കുക. ഇവിടെ ആയിട്ട് നമ്മൾ മൊത്തം ആണെങ്കിൽ 5 പേരുണ്ട്. എൻ്റെ വണ്ടി ഞാൻ അവിടെ ഇട്ടിട്ടാണ് വന്നത് ഗീസ്. നമ്മളാണെങ്കിലും ഇവരുടെ കൂടെ കയറിയിരുന്ന് ഇവരുടെ വണ്ടിയൊക്കെ ഓടിക്കാമെന്നും പറഞ്ഞാണ് ഞാൻ മെയിനായിട്ട് വന്നത്. നമ്മുടെ വണ്ടിയുടെ ഫോട്ടോ ഇതിൻ്റെ അകത്തില്ല. എന്തായാലും അതെനിക്ക് വിഷയമില്ല. ഇപ്പോഴത്തേക്കും എല്ലാവരും വണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അത്രയും സപ്പോർട്ടീവായിട്ടാണ് ഗീസ് ഇവരെല്ലാം നിന്നത്. അങ്ങനെ ഫൈനലി നമ്മുടെ അക്കൂബ്രോ ആണെങ്കിൽ മണ്ടക്കോട്ട് കയറ്റിയിട്ടുണ്ട്. അങ്ങനെ ഈ ചെക്കനെ എടുത്തുകൊണ്ട് നമ്മളാണെങ്കിൽ അടുത്ത മലയൊക്കെ കയറുമെന്ന് എനിക്കറിയത്തില്ല. അക്കൂബ്രോ ആണോ ഓടിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. പുള്ളിക്കാരനും ഒരു ക്രാക്കനാണ്. നമ്മൾ രണ്ടും ഒരേ വേവ് ലെങ്തിലുള്ളവരാണ് ഗീസ്. എന്തായാലും നമുക്ക് നോക്കാം പുള്ളി എന്ത് ചെയ്യുമെന്നൊന്നും എനിക്കറിയത്തില്ല. പുള്ളിയാണെങ്കിൽ നൈസായിട്ട് ഓടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിൽ ബാക്കി ചെക്കന്മാരും വരുന്നുണ്ട്. നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഒരു ആന ഇളകി വരുന്നതാണ് കൊണ്ടല്ലേ ഗീസ്. എന്തായാലും കൊള്ളാം, നൈസ് വണ്ടിയാണ്. അതുപോലെ തന്നെ പുട്ടുപോലാണ് ഗീസ് മലയൊക്കെ കയറുന്നത്. നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ജസ്റ്റ് ഇങ്ങനെ പയ്യെ ഇങ്ങനെ ചാടി നിൽക്കുന്നതാണ് വണ്ടി കയറി വരുന്നത്. നിങ്ങളുടെ എത്ര കൂട്ടുകാരുടെ കയ്യിൽ CPMൽ ഈ വണ്ടി ഉണ്ടെന്ന് ജസ്റ്റ് ആരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അത് കയറിപ്പോകുന്ന കാണാൻ തന്നെ വലിയൊരു ലുക്ക് തന്നെയാണ്. അപ്പോൾ ഈ കണ്ടിരുന്നു പോകും, അത്രയും ലുക്കാണ് ഇത് കയറിപ്പോകുന്നത് കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ ചെക്കനെ ഞാൻ കാണിക്കാൻ വിട്ടുപോയി. എൻ്റെ ചെക്കനാണെങ്കിൽ ഞാൻ അവിടെ ഇട്ടിരിക്കുവാണ്. എന്തായാലും അടുത്തൊരു മീറ്റപ്പിൽ നമുക്ക്
നമ്മുടെ ചെക്കനെ ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇനി നമുക്ക് അടുത്ത വണ്ടി ഓടിക്കാൻ പോകാം ഗൈസ്. നമ്മുടെ റിവൽസിൽ ആ മച്ചാൻ്റെ വണ്ടി നമ്മൾ ഓടിക്കാനായിട്ട് പോവുകയാണ്. അതിൻ്റെ അകത്താണ് നമ്മുടെ ബാബ്സിൻ്റെ ഹോണുള്ളത്. എന്തായാലും നമുക്ക് അത് കൂടെ ഒന്ന് ഓടിച്ച് നോക്കാം. അതെങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് ഓടിക്കാം ഗൈസ്. അത് ഓടിച്ച് ഞാൻ മാക്സിമം നശിപ്പിക്കും. എന്തായാലും ചെളിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ബാക്കി കൂടെ ചെളി ഞാനാക്കും ഗൈസ്. അങ്ങനെ ഞാനാണെങ്കിൽ പുള്ളിക്കാരൻ്റെ അടുക്ക് പറയുന്നുണ്ട്, ബ്രോ ഞാൻ ഓടിക്കാമെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കാനായിട്ട് പോവാണ്. പുള്ളി വണ്ടി തരുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല. എന്തായാലും നമുക്ക് ചോദിച്ച് നോക്കാം. ചോദിക്കാതെ ഒരിക്കലും ഞാൻ വണ്ടി എടുക്കത്തില്ല. എന്തായാലും നമുക്ക് ചോദിച്ച് മേടിച്ച് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് ഈ വണ്ടി നശിപ്പിക്കും. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. അങ്ങനെയാണെങ്കിൽ പുള്ളിക്കാരൻ ഇറങ്ങി മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ വണ്ടി എടുക്കാം. ഇനി നമുക്കൊന്ന് ഓടിച്ച് നോക്കാം ഗൈസ്. എങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ഈ ഒരു വണ്ടി ഞാൻ ആദ്യമായിട്ടാണ്, പുള്ളിക്കാരൻ്റെ വണ്ടി ഞാൻ ആദ്യമായിട്ടാണ് ഓടിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഇത് സ്റ്റോക്കാണെന്നാണ് പറയുന്നത് പുള്ളി. എന്തായാലും നമുക്ക് നോക്കാം ഗീസ്. ഓടിച്ച് നോക്കുമ്പോഴേ അറിയാനായിട്ട് പറ്റത്തുള്ളൂ. പുള്ളിയാണെങ്കിൽ കയറുന്നില്ല. ഞാൻ കുറേ വട്ടം നോക്കി ഇതെന്താ കയറാത്തതെന്ന്. അപ്പോഴത്തേക്കും പുള്ളിയും വന്ന് കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടി ഓടിച്ച് തുടങ്ങാം. ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഒരു സ്മൂത്ത് വണ്ടിയാണ് ഗീസ്. ഞാനാണെങ്കിൽ ഓടിച്ചൊരു എക്സ്പീരിയൻസ് വെച്ച് ബ്രോയുടെ വണ്ടി നല്ലത് തന്നെയാണ്. അങ്ങനെ നൈസായിട്ട് ഞാൻ താഴത്തോട്ടും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മളാണെങ്കിൽ ഈ വണ്ടി കുറച്ചങ്ങോട്ട് ഓടിച്ചു ഗൈസ്. ഓടിച്ചപ്പോഴും നൈസ് ഒരു ഫീല് തന്നെയാണ്. പിന്നെ മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് പറയേണ്ട കാര്യം നമ്മുടെ ബാബ്സിൻ്റെ ഹോണാണ്. ഈ ഹോൺ വെച്ചിട്ടുള്ള എത്ര കൂട്ടുകാരുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ അധികം ആരുടെയും വണ്ടിയിൽ ഇങ്ങനത്തെ ഹോൺ കണ്ടിട്ടില്ല. ഈ ഒരു ബ്രോയുടെ വണ്ടിയിലാണെങ്കിൽ ആ ഒരു ഹോൺ ഞാൻ കണ്ടു. നല്ല രസമുണ്ട്. എനിക്കും സെറ്റ് ചെയ്യണമെന്നുണ്ട് ഗീസ്. ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. എന്നാലും കൊള്ളായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ഓടിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പരമാവധി ഈ ഒരു ബ്രോയുടെ വണ്ടിയുടെ എഞ്ചിനൊക്കെ ഡാമേജ് ആക്കിയിട്ടാണ് ബ്രോയ്ക്ക് തിരിച്ചു കൊടുത്തത്. എങ്ങനെയാണെന്ന് എനിക്കൊന്നും അറിയത്തില്ല. അതുപോലെ തന്നെ കുറേ നേരമായിട്ട് ഈ ബ്രോ എൻ്റെ അടുക്ക് കിടന്ന് പറഞ്ഞാണ് ബ്രോ ഹോൺ അടിച്ച് നോക്കുന്നത്. അപ്പോഴത്തേക്കും എനിക്ക് അറിയത്തില്ലായിരുന്നു സംഭവം എന്താണെന്ന്. ഞാൻ കേട്ടിട്ടൊന്നും മനസ്സിലാക്കിയില്ല. ആദ്യമൊന്നും എനിക്ക് മനസ്സിലായില്ല. പിന്നീടാണെങ്കിൽ ഞാനത് ശ്രദ്ധിച്ചു തുടങ്ങി. നമ്മുടെ ബാബ്സിൻ്റെ ഹോണാണ്. സെയിം ആ ഹോൺ തന്നെ ഈ ബ്രോ ഈ ഒരു വണ്ടിക്ക് വെച്ചിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് മസ്റ്റായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കൂടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ.